ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമുക്ക് അറിയാം 363/2025 364/2025 നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെന്റിന്റെ വിവിധ കമ്പനിയിലേക്ക് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് മാനേജർ എന്നീ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ഒരു സിലബസ് തന്നെ നോക്കിയാൽ മതിയോ? അതുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ് നോക്കാം. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഒരു വീഡിയോ കാണുക. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ബികോം യോഗ്യതയാണ്. അതുകൊണ്ട് ബികോമിലെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഒരു എക്സാമിന് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ എക്സാമിന്റെ, ഇതിന് മുൻപ് വന്ന നോട്ടിഫിക്കേഷനിലെ എക്സാമിന്റെ ഡീറ്റെയിൽസ് വെച്ചാണ് നോക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏറെക്കുറെ ഇതേ സിലബസ് തന്നെ വരുവാനാണ് ചാൻസ്. അപ്പം ഏതൊക്കെ ഭാഗങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ മോഡ്യൂൾ വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഒന്നാമത്തെ മോഡ്യൂൾ വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതുപോലെ അക്കൗണ്ട് ഫോർ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്, അങ്ങനെ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ. അങ്ങനെ നമ്മൾ ഒരു +2 ലെവലിൽ പഠിച്ച അക്കൗണ്ടൻസിയിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളിൽ വരിക. നമ്മളൊരു ബേസ് ലെവൽ മുതലുള്ള ഒരു ഭാഗമാണ് അല്ലെ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ആ +2 ക്ലാസ്സിൽ പഠിച്ച അക്കൗണ്ടിങ് കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് മുതലാണ് നമ്മുടെ ഈ ഒരു മോഡ്യൂൾ തുടങ്ങുക. നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവർ ഒരിക്കലും മറക്കാത്ത കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒന്നാമത്തെ മോഡ്യൂളിലുള്ളത്. അപ്പൊ നമ്മൾ ഒരു കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഒരുപാട് വട്ടപ്പം നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഡിഗ്രിക്ക് വന്നപ്പം ഡിഗ്രി ക്ലാസ്സിൽ, ബികോം ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ മോഡ്യൂൾ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള്, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, റിസീവബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിവിഡൻഡ് പോളിസി, അങ്ങനെയുള്ള കുറച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ടോപ്പിക്കാണ് നമുക്ക് രണ്ടാമത്തെ മോഡ്യൂള്. അതിന് 10 മാർക്കാണ് വരുന്നത്. നമുക്കൊരു പൊതുവെ എല്ലാവരും കുറച്ച് മടി പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തെ 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് പറ്റും. അതുപോലെ തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് റീപർച്ചേസ് എന്നിവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു രണ്ടാമത്തെ മോഡ്യൂളിൻ്റെ അകത്ത് നോക്കാനുള്ളതാണ്. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ നമുക്കൊരു 3rd സെമൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. നമുക്കറിയാം എന്തൊക്കെയാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ വരുന്നത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അതുപോലെ ഓവർ ഹെഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റിന്റെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക എന്നതൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഒരു മൂന്നാമത്തെ മോഡ്യൂളിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ പൊതുവെ എന്താണ്, നമുക്കൊരു പ്രോബ്ലം ആയിട്ടുള്ള രീതിയിലല്ല പഠിക്കേണ്ടത്. നമ്മൾ ഈ 1 വേർഡ് അല്ലെങ്കിൽ OMR എക്സാമിന് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും, എങ്ങനെ നെഗറ്റീവ് അടിക്കാതെ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് തരും. ഒരു പ്രോബ്ലം വരെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് പറ്റും. കുറച്ച് ഫിഗേഴ്സ് തന്നിട്ട് അതിൽ നിന്നും ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മോഡ്യൂൾ, അല്ലെങ്കിൽ മോഡ്യൂൾ 3 നമ്മൾ നോക്കേണ്ടത്. അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 4 ആണ്. 10 മാർക്കിന് മാനേജ്മെന്റിന്റെ നമുക്ക് അറിയാം. നേച്ചർ ഓഫ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുവാനായിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം വളരെ ചെറിയ ഒരു മോഡ്യൂളാണ്, പക്ഷെ
10 മാർക്ക് ഉണ്ട്. വളരെ ചെറിയ മോഡ്യൂൾ 10 മാർക്ക്. നമുക്ക് ഏറ്റവും എപ്പോഴും തന്നെ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാനിങ്, എന്താണ് കൺട്രോളിങ്, എന്താണ് ഡയറക്റ്റിംഗ്, എന്താണ്. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കൂടി പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരേണ്ടത്. നമുക്കറിയാം OMR എക്സാമിനേഷൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. നമ്മൾ PSCയുടെ എക്സാമുകൾ നോക്കുകയാണെങ്കിൽ, അക്കൗണ്ടിങ് ബേസിൽ വന്നിരിക്കുന്ന എക്സാമുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. ഏതൊക്കെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ അക്കൗണ്ടൻസി എക്സാമുകൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തണം. പൊടി തട്ടിയെടുക്കുന്നു, അതുപോലെ അത് കൃത്യമായി നമ്മുടെ എക്സാമിന്റെ സിലബസ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത മോഡ്യൂൾ 5 എന്ന് പറയുന്നത് എന്താണ്? മാനേജറൽ എക്കണോമിക്സ് ആണ്. മാനേജറൽ എക്കണോമിക്സ് ആണ്. അവിടെ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. നമുക്കറിയാം നമ്മൾ എന്താണ് +2 ക്ലാസ്സിലൊക്കെ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഡിമാൻഡ് എന്താണെന്നൊക്കെ നമ്മൾ എന്താണ് +2 ക്ലാസ് മുതൽ പഠിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം വശമുള്ള ഏരിയ ആണ്. പക്ഷെ അവിടെ നമ്മൾ എന്ത് വേണം, ഈ ഒരു OMR എക്സാമിനേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി പോയില്ല എങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കേണ്ട മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് ബിസിനസ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതൊക്കെ എന്താണ്, ഒരു പിക്ചർ എന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മുടെ എക്സാമിൽ നമുക്ക് നെഗറ്റീവ് അടിക്കാതെ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം, ഇത് കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് അല്ലേ, ഈ എക്സാമിന് ഈ ഒരു സിലബസിന് എന്താണ് പ്രസക്തി എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പം ഇതിനുള്ള ഉത്തരം എന്താണ്? നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മുടെ 363/2025 364/2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിന് വരാൻ പോകുന്ന സിലബസ് ഏറെക്കുറെ ഇതേ സാമ്യമുള്ള സിലബസ് തന്നെയായിരിക്കും. കാരണം എന്താണ്, നമുക്ക് അറിയാം GK, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനത്തെ ടോപ്പിക്കുകൾ ഒന്നുമില്ല. പ്യുവറായിട്ട് നമ്മുടെ സബ്ജക്റ്റ് മാത്രമാണ് ഈ ഒരു എക്സാമിന്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആവുക. നമുക്ക് ഇതുപോലെ തന്നെ പ്രിലിംസ് ഇല്ല, ഒരൊറ്റ എക്സാം മാത്രമാണ് ഉള്ളത്. അപ്പം നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഡിഗ്രി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പോർഷൻസ് ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വരുവാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ എക്സാമിന് ഉറപ്പായിട്ടും, അതായത് ഇനി വരാനിരിക്കുന്ന എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു പോവുക. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് വരുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അവസാന വട്ട റിവിഷന്റെ സമയത്ത് നമുക്ക് പഠിച്ചെടുക്കുവാനായിട്ട് പറ്റും. എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ സിലബസും വരും. ആ പുതിയ സിലബസ് എന്ന് ഞാൻ പറയുമ്പോഴും ഈ ഒരു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കാം നമ്മുടെ പുതിയ സിലബസ് വരിക. അപ്പം അടുത്ത മോഡ്യൂളിലേക്ക് പോവുകയാണ്, കമ്പനി ലോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും കുറച്ച് പാടുള്ള ഭാഗമാണ് കമ്പനി ലോ എന്നൊക്കെ പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, അതുപോലെ ബോർഡ് മീറ്റിംഗ് എന്താണ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ NCLT, വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ്, പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ. നമ്മുടെ കമ്പനി ലോയിലെ കുറച്ച് സെക്ഷൻസ് ഉൾപ്പെടുത്തിയുള്ള രീതിയിലായിരിക്കാം നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക. കമ്പനീസ് ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് വൈൻഡിങ് അപ്പ് ബൈ NCLT-നെ കുറിച്ച് പറയുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിവിടെ ഈ ഒരു കമ്പനി ലോ പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മുടെ പഠനം കൊണ്ടുപോകുവാനായിട്ട്. അതിനും 10 മാർക്കാണ്. കമ്പനി ലോയ്ക്കും 10 മാർക്കാണ്. നമുക്ക് 10 മോഡ്യൂള് 10 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കിനാണ് നമ്മുടെ എക്സാം വരിക. അടുത്ത നമ്മൾ 7ാമത്തെ മോഡ്യൂളിലേക്ക് വന്നു, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണം, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ പ്രൈമറി മാർക്കറ്റ് എന്താണ്, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡീമെറ്റലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്,
മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, അതുപോലെ BSE NSE ലിസ്റ്റിംഗ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുമുള്ള ഒരു അവബോധം നമുക്ക് ഈ ഒരു മോഡ്യൂളിൻ്റെ അകത്ത് വേണം. ഏതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോയി എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് ആൻസർ ചെയ്യുവാനായിട്ട് പറ്റുക. അപ്പൊ അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 8 ഫണ്ടമെന്റൽ ഓഫ് ഇൻകം ടാക്സ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്തൊരു ഭാഗമാണ്. എന്നാൽ ബികോം കോർപ്പറേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ ബികോമിന്റെ ടാക്സേഷൻ അല്ലാത്ത പഠിച്ചവർക്ക് ഇതൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ ഇൻകം ടാക്സ് ആക്ട്, അതിന്റെ ബേസിക് കൺസെപ്റ്റ്, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ, അസസി, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം, അങ്ങനെ നമ്മുടെ ഇൻകം ടാക്സിലെ അതുപോലെ ടാക്സിലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. 10 മാർക്കാണ്. ഈ ഒരു 10 മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ടാക്സ് അല്ല, ഞങ്ങൾ ടാക്സ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കൊന്നും വേണ്ട. നമ്മളിവിടെ ഇതിന്റെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നും 10 മാർക്ക് ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. നമ്മുടെ ബികോമിൽ പഠിച്ച ഒരു ഭാഗമാണ് അല്ലെ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ്, മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രൊഡക്റ്റ് മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അങ്ങനെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മൾ ഒരു ബികോം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു കംപ്ലീറ്റ് മോഡ്യൂളുകളും വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു മോഡ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മോഡ്യൂൾ വരുന്നത് 10 മാർക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് 10ാമത്തെ മോഡ്യൂള് 10 മാർക്കിനാണ്. ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ്? ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റുകളാണ് ഉള്ളത്, ഇന്ററിം ഓഡിറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണ്, അങ്ങനെ നമ്മൾ ഓഡിറ്റിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തേണ്ടതുണ്ട്. കാരണം 10 മാർക്കാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 10 മോഡ്യൂളിൽ നിന്നായിട്ട് നമുക്ക് വരുന്നത് എത്രയാണ്, 100 മാർക്ക്. 10 മോഡ്യൂള് 100 മാർക്ക്. ഓഡിറ്റ് പ്രോസസ്സ്, ഇന്റേണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, ഓഡിറ്റ് പ്രോസസ്സ് എന്താണ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് പേപ്പേഴ്സ്, അതുപോലെ ഓഡിറ്റ് ഫയൽ. അപ്പൊ ഇവിടെ നമുക്ക് എപ്പോഴും ഈ ഒരു ഭാഗത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാം. ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് മെമ്മോറാണ്ടം ഉണ്ട്, ഓഡിറ്റ് നോട്ട്ബുക്ക് ഉണ്ട്, ഓഡിറ്റ് ഫയൽ ഉണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്, എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത്തരം ഭാഗങ്ങളാണ് നമ്മൾ 10ാമത്തെ മോഡ്യൂളിൽ നോക്കേണ്ടത്. ഇതേ ഒരു സിലബസ് തന്നെയായിരിക്കാം നമ്മുടെ അടുത്ത എക്സാമിന് വരുവാനായിട്ടുള്ളത്. കാരണം എന്താണ്, ബികോമിലെ നമ്മൾ പഠിച്ച നമ്മളൊരു 6 സെമസ്റ്റർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത 6 സെമസ്റ്റർ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കുറേ ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ PSC പോലെ നമുക്ക് ഒരുപാട് വാസ്റ്റായ നമ്മുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതലുള്ള GK നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കണക്കിന്റെ സിമ്പിൾ ഫോർമുലാസ് ഒന്നും നമുക്ക് വേണ്ട. എന്തുമാത്രം മതി, നമ്മൾ +2 മുതൽ ആ ഒരു ഡിഗ്രി ക്ലാസ് വരെ, ഇപ്പൊ +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ബികോം ക്ലാസ് റൂമിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് പൊടി തട്ടി എടുക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം മാർക്ക് ഉറപ്പിക്കുവാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പം ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സംശയങ്ങൾക്ക് ആൻസർ തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാണ്. ഫ്രീ വെബിനാർ ആണ്. അപ്പം നമ്മുടെ വെബിനാർ വരുന്നത് സെപ്റ്റംബർ 29-ാം തീയതി 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ്. അപ്പം ഡേറ്റും സമയം നിങ്ങൾ ഒന്നുകൂടി നോട്ട് ചെയ്തോളുക. സെപ്റ്റംബർ 29 രാത്രി 8 മണിക്കാണ്. നമ്മുടെ പ്രശാന്ത് സാർ ആയിരിക്കും നമ്മുടെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുവാനുള്ളവർ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അതിൻ്റെ അത് ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശാന്ത് സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
അപ്പം എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പഠനം തുടങ്ങേണ്ടതുണ്ട്. കാരണം എന്താണ്, നമ്മൾ +2 ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുള്ളവർ, ഇപ്പൊ അക്കൗണ്ടിങ് ഫീൽഡിലല്ല അല്ലെങ്കിൽ PSC ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ സബ്ജക്ട് ഫെമിലിയർ അല്ലാതെ സബ്ജക്ട് കുറെയൊക്കെ മറന്നു പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അവരെന്ത് വേണം, ഇപ്പോഴേ തന്നെ പഠനം തുടങ്ങണം. നിങ്ങൾ താമസിക്കുന്ന ഓരോ മിനിറ്റും, നിങ്ങൾ പഠിക്കുവാനായിട്ട് താമസിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്ക് മുൻപിൽ ഓരോരുത്തർ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ ഇപ്പോഴേ പഠനം തുടങ്ങേണ്ടതാണ്. അപ്പൊ നമ്മളിവിടെ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ അകത്തോട്ട് അഡ്മിഷൻ എടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ടും അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സ്റ്റഡി നോട്ടുകൾ, ചെറിയ ചെറിയ സ്റ്റഡി ടിപ്പുകൾ, സ്റ്റഡി പ്ലാനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ CC ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ CC ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്